അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30 നടക്കാനിരിക്കുകയാണ്. ഇനിയും പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്ക് സമൃദ്ധിയുടെ പ്രതീകമായ ഈ ചിങ്ങമാസത്തിൽ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലോ? അതിനായി ടെക് PSC ഒരുക്കുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ. ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് മുൻവർഷങ്ങളിലെ വിജയികളെ സമ്മാനിച്ചിട്ടുള്ള കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ. ഫുൾ സിലബസ് ബേസ്ഡ് ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും. ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ, ലൈവ് ഇൻട്രാക്ഷൻസ്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് മറ്റൊരു സന്തോഷ വാർത്തയും കൂടി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. അപ്പോൾ ഇന്ന് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്താണ്, സൂപ്പർ കണ്ടക്ടിവിറ്റി എന്താണ്, പിന്നെ അതിലുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, ട്രാൻസിഷൻ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, ടൈപ്സ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ്, പിന്നെ മെയ്സ്നർ ഇഫക്ട്, BCS തിയറി, പിന്നെ സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ആപ്ലിക്കേഷൻസും, അതിനോടൊപ്പം തന്നെ സൂപ്പർ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ആദ്യം സൂപ്പർ കണ്ടക്ടേഴ്സ് എന്താണ് എന്നുള്ളത് നോക്കാം. സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാല് ചില മെറ്റൽസ് ഉണ്ടാവും. ആ മെറ്റൽസ് എങ്ങനെയാന്ന് വെച്ചാല് അവരുടെ റെസിസ്റ്റിവിറ്റി 0യും കണ്ടക്ടിവിറ്റി ഇൻഫൈനൈറ്റും ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ഓക്കെ, മെറ്റൽസ് ഹൂസ് റെസിസ്റ്റിവിറ്റി 0 ആൻഡ് കണ്ടക്ടിവിറ്റി ഈസ് ഇൻഫൈനൈറ്റ്, ആ മെറ്റൽസിനെ പറയുന്ന പേരാണ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ആൻഡ് എപ്പോഴാണ് സീറോ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി 0 ആവുന്നതെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന്റെ താഴെ ആ മെറ്റൽസിനെ കൂൾ ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രോപ്പർട്ടി അത് എക്സിബിറ്റ് ചെയ്യുന്നത്. സോ ആ ടെമ്പറേച്ചർ ബിലോ വിച്ച് when they are cooled അതിനെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സൂപ്പർ കണ്ടക്ടറിന്റെ ഡെഫിനിഷൻ. അപ്പൊ സൂപ്പർ കണ്ടക്ടേഴ്സിന് ഈ രണ്ട് പ്രോപ്പർട്ടീസ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. റെസിസ്റ്റിവിറ്റി 0 ആയിരിക്കും, അപ്പോ കണ്ടക്ടിവിറ്റി ഇൻഫൈനൈറ്റ് ആയിരിക്കും. അപ്പൊ 1/0 ഇൻഫിനിറ്റി എന്നുള്ള രീതിയിൽ വരും. ഇനി സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ചില മെറ്റീരിയൽസിന്റെ ഒരു പ്രോപ്പർട്ടി ആണിത്. അതായത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് 0 ആയിരിക്കും എപ്പോഴാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ബിലോ ദെയർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ചില മെറ്റീരിയൽസിന്റെ റെസിസ്റ്റൻസ് 0 ആയിരിക്കും. ആ പ്രോപ്പർട്ടീസ് ഉള്ള മെറ്റീരിയൽസിന് അല്ലെങ്കിൽ ആ മെറ്റീരിയൽസിന്റെ ആ പ്രോപ്പർട്ടിയാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ആ മെറ്റീരിയൽസിനെയാണ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ കുറച്ച് സൂപ്പർ കണ്ടക്ടേഴ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ കണ്ടക്ടേഴ്സിന്റെയും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂസും കാണിച്ചിട്ടുണ്ട്. അപ്പം ഇത് എല്ലാം ചോദിക്കില്ല, ചിലപ്പോൾ 1-2 സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ടെമ്പറേച്ചർ, ട്രാൻസിഷൻ ടെമ്പറേച്ചറോ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡോ എത്ര എന്നുള്ളത് ചോദിക്കും. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, മെർക്കുറിയുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്രയാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ടാണ് ഈ എല്ലാ മെറ്റീരിയൽസും ഞാനിങ്ങനെ സ്ലൈഡായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പം മെർക്കുറിയുടേത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മെർക്കുറി ടിൻ, നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള 4-5 മെറ്റൽസ്, ലെഡ്, നിയോബിയം, അങ്ങനത്തെ കുറെ മെറ്റൽസിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഇപ്പം സൂപ്പർ കണ്ടക്ടിവിറ്റി നമ്മൾ പറഞ്ഞു മെറ്റീരിയൽസിന്റെ ഒരു പ്രോപ്പർട്ടി ആണ്. സോ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഇലക്ട്രോൺസിന്റെയും ലാറ്റിസസിന്റെയും ആ ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺസും അതിൻ്റെതായിട്ടുള്ള ലാറ്റിസസിന്റെ വൈബ്രേഷൻ. അത് കാരണം അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി അതിനുണ്ടായിരിക്കും. ഇനി ഈ ഇലക്ട്രോണും അയോണും ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാല് ഇലക്ട്രോൺസിന്റെ ഫെർമി എനർജി എന്താണെന്ന് അറിയാവോ? അതായത് ഹയസ്റ്റ് എനർജി ലെവൽ
ഇൻ ദി കണ്ടക്ഷൻ ബാൻഡ്. അതിനെയാണ് ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഇലക്ട്രോൺ അയോൺ ഇന്ററാക്ഷൻ കാരണം എന്താണ്, ഒരു വീക്ക് അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. വീക്ക് അട്രാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺസ് നിയർ ടു ദി ഫെർമി എനർജി ലെവൽ. ഓക്കെ, ആൻഡ് ഇത് ലാസ്റ്റ് നമുക്ക് BCS തിയറി എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. ആ തിയറിയിൽ ഒരല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇനി ഫെർമി എനർജി ഞാൻ പറഞ്ഞായിരുന്നു. ഫെർമി എനർജി ലെവൽ എന്താണെന്ന് ചോദിക്കാം. ഫെർമി എനർജി എന്ന് പറഞ്ഞാൽ എനർജി കറസ്പോണ്ടിങ് ടു ദി ഹയസ്റ്റ് എനർജി ലെവൽ ഇൻ ദി കണ്ടക്ഷൻ ബാൻഡ്. അതാണ് ഫെർമി എനർജി എന്ന് പറയുന്നത്. ആൻഡ് സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെയും ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെയും നടുവിലായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക. സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെയും നടുക്കായിരിക്കും. ആൻഡ് ഇത് നമ്മൾ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ഒക്കെ ആ ഒരു പോർഷനിൽ ഈ പറയുന്ന പോലെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്താണ്, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്താണ്, പിന്നെ കണ്ടക്ഷൻ ബാൻഡ് എന്താണ്, വാലൻസ് ബാൻഡ് എന്താണ് എന്നൊക്കെയുള്ളത് അവിടെ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ഇവിടെ സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ഫെർമി എനർജി ലെവൽ എപ്പോഴും ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെയും ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെയും സെന്ററിൽ അല്ലെങ്കിൽ മിഡ് വേ ആയിരിക്കും. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ കണക്ക് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡും എന്താണെന്ന് നോക്കും. സോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി നോർമൽ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ നിന്ന് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിലോട്ട് മാറും. ഓക്കെ, അപ്പോ ആ ഒരു ടെമ്പറേച്ചർ, അതിനെയാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റീരിയൽസ് നോർമൽ ആയിട്ട് കണ്ടക്ട് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിലോട്ട് മാറുന്ന ടെമ്പറേച്ചർ ഏതാണോ ആ ഒരു ടെമ്പറേച്ചറിനെയാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു മാറ്റമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്നും പറയും. ഓക്കെ, ഇനി ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ മെറ്റീരിയൽസിന്റെ കണ്ടക്ടിവിറ്റി എപ്പോഴും ഇൻഫൈനൈറ്റ് ആയിരിക്കും. അത് നേരത്തെ തന്നെ പറഞ്ഞു, സൂപ്പർ കണ്ടക്ടേഴ്സിന് കണ്ടക്ടിവിറ്റി ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, സോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ പറയുന്ന വേറൊരു പേര് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. ഇതിനെ TC എന്നായിരിക്കും റിപ്രസെന്റ് ചെയ്യുന്നത്. T സഫിക്സ് C, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. നോർമൽ ടെമ്പറേച്ചറിന് യൂഷ്വലി T എന്ന ലെറ്റർ ഉപയോഗിച്ചായിരിക്കും റിപ്രസെന്റ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെ TC എന്നായിരിക്കും റിപ്രസെന്റ് ചെയ്യുന്നത്. സോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നോർമൽ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ നിന്നും ഏത് ടെമ്പറേച്ചർ എത്തുമ്പോഴാണ് ഒരു മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിലോട്ട് മാറുന്നത്, ആ ടെമ്പറേച്ചറിനെയാണ് ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ ഒരു അതായത് ഒരു സൂപ്പർ കണ്ടക്ടർ ഉണ്ടല്ലോ. അപ്പൊ ആ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ആ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോഴത്തേക്കും ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബ്രേക്ക് ആവും. അപ്പോ ബ്രേക്ക് ആവും മീൻസ് ആ സൂപ്പർ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ നോർമൽ കണ്ടക്ടർ ആയിട്ട് ബിഹേവ് ചെയ്യും. ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെയാണ് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ എപ്പോഴാണോ റെഗുലർ കണ്ടക്ടിങ് മെറ്റീരിയൽ ആയിട്ട് മാറുന്നത് ആ സമയത്തുള്ള ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അതിനെയാണ് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിരിക്കും. ചിലപ്പോൾ ഇതൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും വരുന്നത്. അപ്പൊ ഈ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിനെ HC എന്നായിരിക്കും റീപ്രസെന്റ് ചെയ്യുന്നത്. ഇനിയുള്ളത് മെയ്സ്നർ ഇഫക്റ്റ് ആണ്. മെയ്സ്നർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫിഗർ ഒന്ന് നോക്കാം. അപ്പം ഇത് നോർമൽ കണ്ടക്ടിങ് മെറ്റീരിയൽ ആണ്, സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ ആണ്. അപ്പം ഈ സൂപ്പർ കണ്ടക്ടറിന്റെ ടെമ്പറേച്ചർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെക്കാളും കുറഞ്ഞു വരുമ്പോഴത്തേക്കും ഈ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ മെറ്റീരിയലിന്റെ അകത്തോട്ട് പെനിട്രേറ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യും, പുറത്തോട്ട് പോകും. ഓക്കെ, അതായത് പെനിട്രേഷൻ അത് പ്രിവെന്റ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡിന്റെ പെനിട്രേഷൻ പ്രിവെന്റ് ചെയ്യും. സോ ആ ഒരു ഇഫക്റ്റിനെയാണ് മെയ്സ്നർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോ സൂപ്പർ കണ്ടക്ടർ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിനെക്കാളും ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കുറഞ്ഞു വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ T=TC ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ട് പെനിട്രേറ്റ് ചെയ്യാണ്ട് പുറത്തോട്ട് എക്സ്പെൽ ആവും. ഈ ഒരു ഇഫക്റ്റിനെയാണ് മെയ്സ്നർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം അത് ആക്ച്വലി മെയ്സ്നർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൽഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പെൽ ചെയ്ത് അകത്തോട്ട് വരാണ്ട് പുറത്തോട്ട് പോകുന്ന ആ ഒരു പ്രക്രിയ, അതിനെയാണ് മെയ്സ്നർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം.
നോർമലി സൂപ്പർ കണ്ടക്ടേഴ്സ് ബിഹേവിയർ ആൻഡ് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സും ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സും. അതായത് ലോ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ്, ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ്. ലോ ടെമ്പറേച്ചറിനെ ഐഡിയൽ കണ്ടക്ടേഴ്സ് എന്നും പറയാം. അപ്പം ഇനി ഈ രണ്ട് ടൈപ്പ് 1 എന്താണ്, ടൈപ്പ് 2 എന്താണ്, ഓരോന്നും എക്സിബിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ്. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കുറവായിരിക്കും. അതായത് 0 to 10 കെൽവിൻ വരെ ആയിരിക്കും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ റേഞ്ച്. ഓക്കെ, അപ്പോൾ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ടെമ്പറേച്ചർ, അതായത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കുറവായിരിക്കും. ദാറ്റ് മീൻസ് ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 0 കെൽവിൻ ടു 10 കെൽവിൻ ആയിരിക്കും. നെക്സ്റ്റ്, ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡും ലോവർ ആയിരിക്കും. സോ അതിന്റെ റേഞ്ച് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 0.0000049 ടെസ്ല ടു 1 ടെസ്ല. ഓക്കെ, ഇനി ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് എപ്പോഴും മെയ്സ്നർ ഇഫക്റ്റിനെ ഒബേ ചെയ്യുന്ന കണ്ടക്ടേഴ്സ് ആയിരിക്കും. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരിക്കലും കണ്ടക്ടറിന്റെ അകത്തോട്ട് വരില്ല, പുറത്തോട്ടായിരിക്കും എക്സ്പെൽ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സിന് ഒരൊറ്റ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എക്സിബിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സിന് പറയുന്ന വേറൊരു പേരാണ് സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ഇത് ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ലോ ഇന്റൻസിറ്റി മാഗ്നറ്റിക് ഫീൽഡിലായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സൂപ്പർ കണ്ടക്ടിങ് പ്രോപ്പർട്ടി അത് ലൂസ് ചെയ്യും, അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് അത് ലൂസ് ചെയ്യും. അത് കാരണമാണ് അതിന് സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയുമുണ്ട്, എന്നാലും ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 0 കെൽവിൻ ടു 10 കെൽവിൻ. ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കിതിനെ 0.49 ഇൻറ്റു 10⁻⁻5 ടെസ്ല എന്ന് എടുക്കാം, ടു 1 ടെസ്ല. ഇനി മെയ്സ്നർ ഇഫക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഒബേ ചെയ്യുന്നതാണ് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ്. സിംഗിൾ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡേ ഉള്ളൂ. സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് പെട്ടെന്ന് തന്നെ ഈ ലോ ഇന്റൻസിറ്റി മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ലൂസ് ചെയ്യും. സോ അതിനെ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ഈ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ നിന്ന് നോർമൽ സ്റ്റേറ്റിലോട്ട് വരുമല്ലോ. സോ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ നിന്ന് നോർമൽ സ്റ്റേറ്റിലോട്ട് വരുന്ന അല്ലെങ്കിൽ നോർമൽ സ്റ്റേറ്റ് പോകുന്ന ആ ഒരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഷാർപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ട്രാൻസിഷൻ ഇസ് ഷാർപ്ലി ആൻഡ് അബ്രപ്റ്റ്ലി ഫ്രം സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് ടു നോർമൽ സ്റ്റേറ്റ്. ഇനി യൂഷ്വലി ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് പ്യൂർ മെറ്റൽ, ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് പ്യൂർ മെറ്റൽസ് ആണ്. ആൻഡ് കംപ്ലീറ്റ്ലി ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നും പറയും, ലോ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നും പറയും. ഇവിടെ മിക്സഡ് സ്റ്റേറ്റ്സ് ഒന്നും കാണില്ല. പിന്നെ സ്ലൈറ്റ് ആയിട്ട് നമ്മൾ ഇംപ്യൂരിറ്റി വന്നാലും അല്ലെങ്കിൽ ഇംപ്യൂരിറ്റി അപ്ലൈ ചെയ്താലും സൂപ്പർ കണ്ടക്ടിവിറ്റി യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല. ഇനി ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് യൂഷ്വലി കുറവായിരിക്കും. സോ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ആപ്ലിക്കേഷൻസ് ലിമിറ്റഡ് ആയിരിക്കും. ആൻഡ് ചില എക്സാമ്പിൾസ് പറയുന്നുണ്ട്, ലെഡ്, സിങ്ക്, മെർക്കുറി, ഇതൊക്കെയാണ് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾസ്. ആൻഡ് ഈ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് കുറവായത് കാരണം ഇലക്ട്രോ മാഗ്നറ്റ്സ് മാനുഫാക്ചർ ചെയ്യാൻ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യില്ല. ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് ആയിരിക്കും അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞതിന്റെ ജസ്റ്റ് റിവേഴ്സ് ആയിരിക്കും ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ്, അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് തിരിഞ്ഞായിരിക്കും ടൈപ്പ് 2 വരുന്നത്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞത് എത്രയായിരുന്നു? 10 കെൽവിൻ വരെ ആയിരുന്നു. ഇവിടെ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 10 കെൽവിൻ. ഓക്കെ, ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അവിടെ 1 ടെസ്ല അപ് ടു 1 ടെസ്ല ആയിരുന്നു, ഇവിടെ ഗ്രേറ്റർ ദാൻ 1 ടെസ്ല ആയിരിക്കും. ആൻഡ് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് മെയ്സ്നർ ഇഫക്റ്റ് കംപ്ലീറ്റ്ലി ഒബേ ചെയ്യുന്ന ഒരു സൂപ്പർ കണ്ടക്ടർ ആണ്, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ആണ്. പക്ഷെ ഇവിടെ മെയ്സ്നർ ഇഫക്റ്റ് പാർട്ട്ലി മാത്രമേ അത് ഒബേ ചെയ്യുന്നുള്ളൂ, കാരണം മാഗ്നറ്റിക് ഫീൽഡ് മെറ്റീരിയലിന്റെ അകത്ത് പെനിട്രേറ്റ് ചെയ്യും. ഇനി അവിടെ സിംഗിൾ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്, ഇവിടെ 2 ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഇനി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കാരണം സൂപ്പർ കണ്ടക്ടിവിറ്റി പെട്ടെന്ന് ലോസ് ആവും എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ പെട്ടെന്ന് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ നിന്ന് അത് മാറില്ല. അതുകൊണ്ട് തന്നെ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സിനെ ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നും പറയും. ഓക്കെ, ഇനി ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് യൂഷ്വലി നേരത്തെ നമ്മൾ ആ ട്രാൻസിഷന്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷാർപ്പ്
അല്ലെങ്കിൽ അബ്രപ്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് നോർമൽ സ്റ്റേറ്റ് ടു സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് ടു നോർമൽ സ്റ്റേറ്റിലുള്ള ആ ഒരു ട്രാൻസിഷൻ. പക്ഷെ ഇവിടെ ആ ചേഞ്ച് ഷാർപ്പ് അല്ല. ഇനി അതായത് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിനെക്കാളും കുറഞ്ഞു വരികയാണെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇത് ലോവർ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിലാണ്. ഇനി അപ്പർ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ സൂപ്പർ കണ്ടക്ടിങ് പ്രോപ്പർട്ടി ലോസ് ആവും. ഓക്കെ, ഇനി ഇത് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിന്റെയും അപ്പർ മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇൻ ബിറ്റ്വീൻ ഉള്ള സ്റ്റേറ്റിന് ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ മിക്സഡ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞു ഇലക്ട്രോ മാഗ്നറ്റ്സ് മാനുഫാക്ചർ ചെയ്യാൻ യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞു ടൈപ്പ് 1. പക്ഷെ ടൈപ്പ് 2 നമുക്ക് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലായതുകൊണ്ട്, ടൈപ്പ് 1-നെക്കാളും കൂടുതലായതുകൊണ്ട് ഇലക്ട്രോ മാഗ്നറ്റ്സ് മാനുഫാക്ചർ ചെയ്യാൻ യൂസ് ചെയ്യാം. അവിടെ മെറ്റൽസ് എന്നായിരുന്നു പറഞ്ഞത്. ഇത് അലോയ്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് ഓക്സൈഡ്സ് ഓഫ് സെറാമിക്സ്. പിന്നെ അത് കംപ്ലീറ്റ്ലി ഡയമാഗ്നറ്റിക് എന്നാ പറഞ്ഞത്. ഇവിടെ ദേ ആർ നോട്ട് കംപ്ലീറ്റ്ലി ഡയമാഗ്നറ്റിക്. ടൈപ്പ് 2 കണ്ടക്ടേഴ്സിന് ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നും പറയും. ആൻഡ് ഇവിടെ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സിൽ മിക്സഡ് സ്റ്റേറ്റ് എക്സിസ്റ്റ് ആവും. ആൻഡ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ജെർമാനിയം, വെനാഡിയം, നിയോബിയം, കുറേയധികം മെറ്റൽസ് ഉണ്ട്. അപ്പം ജസ്റ്റ് ഫ്യൂ എക്സാമ്പിൾസ് മാത്രമേ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി ചെറിയൊരു ഇംപ്യൂരിറ്റി ആഡ് ചെയ്താലും അത് സൂപ്പർ കണ്ടക്ടിവിറ്റിയെ അഫക്ട് ചെയ്യും. അവിടെ ടൈപ്പ് 1-ന് അങ്ങനെ നടക്കില്ല. ഓക്കെ, ഇനി ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സിന് ആപ്ലിക്കേഷൻസ് വൈഡ് ആണ്. വൈഡ് എന്ന് വെച്ചാൽ പല ആപ്ലിക്കേഷൻസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മറ്റിടത്ത് ലിമിറ്റഡ് ആപ്ലിക്കേഷൻ ആണ്, പക്ഷേ ഇവിടെ ആപ്ലിക്കേഷൻസ് വൈഡ് ആണ്. നെക്സ്റ്റ് ഉള്ളത് BCS തിയറി. ഓക്കെ, BCS എന്ന് പറയാൻ കാരണം they are named after John Bardeen, Leon Cooper and John Robert Schrieffer. ഓക്കെ, അപ്പം ഇവരുടെ 3 പേരുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് BCS തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയാണ് കൂപ്പർ ഇഫക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂപ്പർ പെയർ എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് BCS തിയറിയിലാണ് പറയുന്നത്. ഓക്കെ, സോ ഈ തിയറി അനുസരിച്ച് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കൂപ്പർ പെയർസിന്റെ കണ്ടൻസേഷൻ കാരണം ഉണ്ടാവുന്ന ഒരു ഇഫക്റ്റ് ആണ് കൂപ്പർ പെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ തിയറി എന്താ പറയുന്നതെന്ന് വെച്ചാൽ കൂപ്പർ പെയർസിന്റെ കണ്ടൻസേഷൻ കാരണം ഉണ്ടാവുന്ന ആ ഒരു ഇഫക്റ്റ്, അതാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയും. അതായത് സൂപ്പർ കണ്ടക്ടിവിറ്റി ഒരു മൈക്രോസ്കോപ്പിക് ഇഫക്റ്റ് എന്നുള്ള രീതിയിലാണ് കൂപ്പർ ഇഫക്റ്റ് പറയുന്നത്. ആൻഡ് ഇവിടെ എങ്ങനെയാന്ന് വെച്ചാല് ജനറൽ ആയിട്ട് വരുന്നത് ഇലക്ട്രോൺസിന്റെയും ഫോണോൺസിന്റെയും ഒരു ഇന്ററാക്ഷൻ കാരണമാണ് ഈ ഒരു മൈക്രോസ്കോപ്പിക് ഇഫക്റ്റ് ഉണ്ടാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഫോണോൺസ് എന്ന് പറഞ്ഞാല് ഒരു ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്നതിനേക്കാളും ഒരു ക്രിസ്റ്റലിലുള്ള ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ, അതിനെയാണ് ഫോണോൺസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ലാറ്റിസ് വൈബ്രേഷൻ എന്ന് വെച്ചാല് എപ്പോഴും ആറ്റംസ് ഉണ്ടല്ലോ, ഒരു സോളിഡില് ആറ്റംസ് ഓസിലേറ്റ് ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്ന ആ ഒരു വൈബ്രേഷനെയാണ് ലാറ്റിസ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു സോളിഡില് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നമ്മൾ സോളിഡ് പ്ലേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇക്വിലിബ്രിയം പൊസിഷനിൽ സോളിഡിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ സോളിഡിലുള്ള ആറ്റംസിന് ഓസിലേഷൻ, അതിനെയാണ് ലാറ്റിസ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫോണോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്രിസ്റ്റലിലുള്ള ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ്, അതിനെയാണ് ഫോണോൺസ് എന്ന് പറയുന്നത്. യൂഷ്വലി ഫോണോൺസ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. സോ ദീസ് പാക്കറ്റ്സ് വിൽ ബി ക്യാരിയിങ് സം എമൗണ്ട് ഓഫ് എനർജി. ഓക്കെ, അപ്പോ ഈ തിയറി അനുസരിച്ച് ഇലക്ട്രോൺസിനെ കൂപ്പർ പെയർ ആയിട്ട് പെയർ ചെയ്യും. ഓക്കെ, കൂപ്പർ പെയർ ആയിട്ട് ഈ ഇലക്ട്രോൺസിനെ പെയർ, കൂപ്പർ പെയർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ്, 2 ഇലക്ട്രോൺ തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന ആ പെയറിനെയാണ് കൂപ്പർ പെയർ എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഉണ്ടാവുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഫോണോൺ കപ്ലിംഗ് കാരണം, ആ ഒരു ഇലക്ട്രോൺ ഫോണോണിന്റെ അട്രാക്റ്റീവ് കപ്ലിംഗ് കാരണമാണ് കൂപ്പർ പെയർ ഉണ്ടാവുന്നത്. ആൻഡ് ഈ കൂപ്പർ പെയർ കാരണമാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നുള്ള പ്രോപ്പർട്ടി എക്സിബിറ്റ് ആവുന്നത്.
ഓക്കെ, അപ്പം നോർമൽ കണ്ടക്ടറിലും സൂപ്പർ കണ്ടക്ടറിലും എന്താണ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ നോർമൽ കണ്ടക്ടറിലാണെങ്കിൽ ആ ഒരു ലാറ്റിസ് സ്ട്രക്ചർ വഴി ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അപ്പൊ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് സെയിം ഡയറക്ഷനിലായിരിക്കും. ആൻഡ് ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, മൂവ് ചെയ്യുമ്പോഴത്തേക്കും ലാറ്റിസ് ആറ്റംസ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് അത് കൊളോയിഡ് ചെയ്യും. കൊളോയിഡ് മീൻസ് ഈ പറയുന്ന പോലെ കൊലിഷൻ നടക്കുന്ന സമയത്ത് റെസിസ്റ്റൻസ് ജനറേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഈ കൊലീഷൻസ് കാരണമാണ് ഹീറ്റ് ഡിസിപ്പേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ എനർജി ഡിസിപ്പേഷൻ ഹീറ്റിന്റെ ഫോമിൽ നടക്കുന്നത്. ആൻഡ് ഇത് കാരണമാണ് റെസിസ്റ്റിവിറ്റി ഫൈനൈറ്റ് ആവുന്നത്. നോർമൽ കണ്ടക്ടറിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ നോർമൽ കണ്ടക്ടറിൽ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കാരണം, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ആ ലാറ്റിസ് സ്ട്രക്ചർ വഴി മൂവ് ചെയ്യും. അപ്പോ ഈ ലാറ്റിസ് ആറ്റംസുമായിട്ട് ഇലക്ട്രോൺസ് കോൺസ്റ്റന്റ് ആയിട്ട് കൊളൈഡ് ചെയ്യും. അതുകൊണ്ടാണ് റെസിസ്റ്റൻസ്, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് പ്രൊഡ്യൂസ് ആവുന്നത്. ഈ കൊലിഷൻ കാരണം ഹീറ്റ് ഡിസിപ്പേഷൻ ഉണ്ടാവുന്നു. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് റെസിസ്റ്റിവിറ്റി ഫൈനൈറ്റ് ആവുന്നു. ഓക്കെ, ആൻഡ് അത് കാരണം മെറ്റീരിയലിൽ എനർജി ലോസും ഇവിടെ ഉണ്ടാവും. ഇനി സൂപ്പർ കണ്ടക്ടറിൽ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസ് ഫോണോൺസുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫോണോൺസുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. ആൻഡ് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോൺസ് ലാറ്റിസ് വഴി പാസ് ചെയ്യുമ്പോഴത്തേക്കും അതിന് തൊട്ടടുത്തുള്ള പോസിറ്റീവ് അയോൺസിനെ അത് അട്രാക്ട് ചെയ്യും. സോ അങ്ങനെ അട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ലാറ്റിസിന് ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കും. യൂഷ്വലി അങ്ങനെ ഒരു അട്രാക്ഷൻ സംഭവിക്കുമ്പോഴത്തേക്കും ലാറ്റിസിന് ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കും. ആൻഡ് ഈ ഡിസ്റ്റോർഷൻ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു പോസിറ്റീവ് ചാർജ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ഈ പോസിറ്റീവ് ചാർജിന് വേറെ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യും. സോ ഇത് കാരണം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ രണ്ട് ഇലക്ട്രോൺസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യും. ഓക്കെ, ഇതാണ് കൂപ്പർ ഇഫക്റ്റിൽ പറയുന്നത്, അല്ലെങ്കിൽ BCS തിയറിയിൽ പറയുന്നത്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോൺ ഫോണോൺ ആ ഒരു ഇന്ററാക്ഷൻ കാരണം ഇലക്ട്രോൺ പെയർസ് ഫോം ചെയ്യും. ആ പെയറിനെയാണ് കൂപ്പർ പെയർ എന്ന് പറയുന്നത്. കൂപ്പർ പെയറിൽ രണ്ട് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ആ ഇലക്ട്രോൺസിന്റെ മൊമെന്റം ഓപ്പോസിറ്റ് ആയിരിക്കും, സ്പിന്നും ഓപ്പോസിറ്റ്. ഇലക്ട്രോൺസ് സ്പിൻ ചെയ്യുന്നതും അതിന്റെ മൊമെന്റയും ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഈ രണ്ട് ഇലക്ട്രോൺസും ബൗണ്ട് ചെയ്യുന്ന ഫോഴ്സ് വളരെ വീക്ക് ആയിരിക്കും. ഓക്കെ, ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ വീക്ക് ആയിരിക്കും. ആൻഡ് ഇവിടെ ഈ പറയുന്ന പോലെ ഈ പെയർസ് ലോ ടെമ്പറേച്ചറിൽ ദീസ് പെയർസ് ക്യാൻ ഫോം സഫീഷ്യന്റ്ലി ലോ ടെമ്പറേച്ചേഴ്സ്. ഈ പെയർസ് ലോ ടെമ്പറേച്ചറിലായിരിക്കും ഫോം ചെയ്യുന്നത്. സോ തെർമൽ എനർജി ഈ പറയുന്ന പോലെ കൂപ്പർ പെയറിന്റെ എനർജിയെക്കാളും കുറഞ്ഞിരിക്കുന്ന സമയത്താണ് പെയർസ് ഈ പറയുന്ന പോലെ ലോ ടെമ്പറേച്ചറിൽ ഫോം ചെയ്യുന്നത്. അപ്പം ഇവിടെ കൂടുതലൊന്നുമല്ല, BCS എന്ന് പറയുന്ന തിയറി സ്റ്റേറ്റ് ചെയ്ത ആരൊക്കെയാണെന്ന് നോക്കുക, കൂപ്പർ പെയർ എന്താണെന്ന് നോക്കുക, അവിടെ ഈ പറയുന്ന പോലെ ഇന്ററാക്ഷൻ ഏതൊക്കെ തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് നടക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. സോ അപ്പം അത് ജസ്റ്റ് ഒന്ന് സമറൈസ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ കണ്ടക്ടിവിറ്റി ത്രൂ ദി ഫോർമേഷൻ ഓഫ് കൂപ്പർ പെയർസ് ഡ്യൂ ടു ഇലക്ട്രോൺ ഫോണോൺ ഇന്ററാക്ഷൻ. ദിസ് കോസസ് എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ പെയർഡ് ആൻഡ് അൺപെയർഡ് ഇലക്ട്രോൺ സ്റ്റേറ്റ്സ്. അപ്പം ഇത് ഇലക്ട്രോൺസിന്റെ കൊലീഷൻ പ്രിവെന്റ് ചെയ്യും. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു നോർമൽ കണ്ടക്ടേഴ്സിൽ ഹീറ്റ് ആയിട്ടാണ് എനർജി ഡിസിപ്പേറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷെ ഇവിടെ നോ എനർജി ഈസ് ഡിസിപ്പേറ്റഡ് ആസ് ഹീറ്റ്. കാരണം മെറ്റീരിയൽസ് സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽസ് ആണ്, അല്ലെങ്കിൽ ആ മെറ്റീരിയൽസിന്റെ നേച്ചർ സൂപ്പർ കണ്ടക്ടിങ് ആയിരിക്കും. അതായത് റെസിസ്റ്റൻസ് 0 ആയിരിക്കും. സോ റെസിസ്റ്റൻസ് 0 ആയിരിക്കുന്നത് കാരണം എനർജി ഡിസിപ്പേഷൻ കാണത്തില്ല. മറ്റിടത്ത് നോർമൽ കണ്ടക്ടേഴ്സിന് ഫൈനൈറ്റ് എനർജി ആയിരിക്കും, അല്ലെങ്കിൽ ഫൈനൈറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും. സോ എനർജി ഹീറ്റ് ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഈ 3 പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വയ്ക്കണേ. അപ്പോ BCS തിയറി എന്ന് പറയുമ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റി ത്രൂ ദ ഫോർമേഷൻ ഓഫ് കൂപ്പർ പെയർസ് ആർ ഫോം ഡ്യൂ ടു ഇലക്ട്രോൺ ഫോണോൺ ഇന്ററാക്ഷൻ. ആൻഡ് ഇവിടെ എനർജി ഹീറ്റ് ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്തില്ല, കാരണം റെസിസ്റ്റൻസ് 0 ആയിരിക്കും. ഇനി ആപ്ലിക്കേഷൻസ് നോക്കാം, സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. സോ പല ഏരിയയിൽ സൂപ്പർ കണ്ടക്ടേഴ്സ് അപ്ലൈ സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഇപ്പൊ മെഡിക്കൽ ഫീൽഡിൽ നോക്കുവാണെങ്കിൽ MRI, അൾട്രാ ലോ ഫീൽഡ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്, MRI, ULF MRIക്ക് സൂപ്പർ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാം. MEG, പിന്നെ MSI, MCG, ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് സൂപ്പർ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാം. ഇനി ട്രാൻസ്ഫോമേഴ്സ്, ഇലക്ട്രിക്കൽ മെഷീൻസ്, ഇതിലൊക്കെ നമുക്ക് സൂപ്പർ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാം. കാരണം സൂപ്പർ കണ്ടക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. സോ അത് കാരണം എഡി കറന്റ് ലോസ്, ഹിസ്റ്ററീസിസ് ലോസ് ഒന്നും അവിടെ പ്രസന്റ് ആവില്ല.
അത് മാത്രമല്ല നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്ത് മെഷീൻസ് ഡിസൈൻ ചെയ്യുവാണെങ്കിൽ മെഷീന്റെ സൈസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ ഇലക്ട്രിക് ഫീൽഡ് നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറേറ്റേഴ്സ്, മോട്ടോഴ്സ്, ട്രാൻസ്ഫോമേഴ്സ് ഇതിന്റെയൊക്കെ മാനുഫാക്ചറിങ്ങിന് അല്ലെങ്കിൽ ഡിസൈനിന് വേണ്ടിയിട്ട് സൂപ്പർ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാം. ഇനി ഇലക്ട്രോണിക്സ് ഫീൽഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് സ്വിച്ചസ് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ സ്പിഡ്സ് ഉണ്ട്. സ്പിഡ്സ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡീപ് മാഗ്നറ്റിക് ഫ്ലക്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പിഡ്സ് യൂസ് ചെയ്യാം. പിന്നെ ഹൈ സ്പീഡ് കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സെൻസേഴ്സ്, ഫിൽറ്റേഴ്സ്, റഡാർ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സൂപ്പർ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ കമ്പ്യൂട്ടേഴ്സിൽ ഈ സ്റ്റോറേജ് ഫംഗ്ഷന് വേണ്ടിയിട്ടൊക്കെ ലോജിക് ആൻഡ് സ്റ്റോറേജ് ഫംഗ്ഷൻ അതിന് വേണ്ടിയിട്ട് നമുക്ക് സൂപ്പർ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ പർപ്പസ് പറയുന്നുണ്ട്. മാഗ്ലെവ് ട്രെയിൻസ്, മാഗ്നറ്റിക് ലെവിറ്റേറ്റഡ് ട്രെയിൻസ്, മറൈൻ പ്രൊപ്പൽഷൻ. പിന്നെ MHD പവർ പ്ലാന്റ്സ് ഉണ്ടല്ലോ, മാഗ്നെറ്റോ ഹൈഡ്രോ ഡൈനമിക് പവർ പ്ലാന്റ്സിലും സൂപ്പർ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ ഡയഗ്നോസ്റ്റിക്, നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ്, പിന്നെ ഇലക്ട്രിക്കൽ മെഷീൻസിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് സ്വിച്ചസ്, സെൻസേഴ്സ്, ഫിൽറ്റേഴ്സ്, പിന്നെ ട്രെയിൻസ്, മാഗ്ലെവ് ട്രെയിൻസ് അതിന്റെയൊക്കെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ഫിസിക്സ്, ഫീൽഡ് ഓഫ് ഫിസിക്സ് നോക്കുവാണെങ്കിൽ പാർട്ടിക്കിൾ ആക്സിലേറ്റേഴ്സ്, മാഗ്നറ്റ്സ്, പിന്നെ പ്ലാസ്മ ഫ്യൂഷൻ റിസർച്ചിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് സൂപ്പർ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, ആൻഡ് ഒരു പോയിന്റും കൂടെ ഉണ്ട് മെയ്സ്നർ ഇഫക്റ്റില്. നമ്മളിപ്പം മെയ്സ്നർ ഇഫക്റ്റ് ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മാഗ്നറ്റിക് ഫീൽഡ് പെനിട്രേറ്റ് ചെയ്യാണ്ട് പുറത്തോട്ട് എക്സ്പെല് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മെയ്സ്നർ ഇഫക്റ്റ് കാരണം സൂപ്പർ കണ്ടക്ടേഴ്സ് എപ്പോഴും പെർഫെക്റ്റ് ഡയമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോ സസെപ്റ്റിബിലിറ്റി ഉണ്ടല്ലോ, സസെപ്റ്റിബിലിറ്റി എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സസെപ്റ്റിബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ടുവേർഡ്സ് മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ മാഗ്നറ്റിക് ഫീൽഡ് ഡിവൈഡഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും നെഗറ്റീവ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. സോ മെയ്സ്നർ ഇഫക്റ്റ് പറയുന്ന ഒരു കാര്യം കൂടെയുണ്ട്, സസെപ്റ്റിബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ അല്ലെങ്കിൽ സസെപ്റ്റിബിലിറ്റി ടു മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സൂപ്പർ കണ്ടക്ടർ വിൽ ബി ഓൾവേസ് നെഗറ്റീവ്. ഓക്കെ, അപ്പം ആ ഒരു പോയിന്റും കൂടെ ഓർമ്മിക്കുക. അപ്പൊ നോർമൽ സ്റ്റേറ്റില് T ഗ്രേറ്റർ ദാൻ TC ആണ്, സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റില് T ലെസ് ദാൻ TC ആയിരിക്കും. നോർമൽ സ്റ്റേറ്റില് T ഗ്രേറ്റർ ദാൻ TCയും ഇവിടെ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റില് T ലെസ് ദാൻ TCയും ആയിരിക്കും. ഓക്കെ, അപ്പം ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻ. സോ സൂപ്പർ കണ്ടക്ടിവിറ്റിയില് കണ്ടക്ടിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ബിക്കംസ് കണ്ടക്ടിവിറ്റി ഇൻഫൈനൈറ്റ്. ഓക്കെ, കാരണം റെസിസ്റ്റിവിറ്റി 0യും കണ്ടക്ടിവിറ്റി ഇൻഫൈനൈറ്റും ആയിരിക്കും. 1 by റെസിസ്റ്റിവിറ്റി ആണ് കണ്ടക്ടിവിറ്റി. Again, electrical resistance become zero. Next, temperature at which conductivity of a material becomes infinite. Critical temperature. So above critical temperature, material എപ്പോഴും normal stage ലായിരിക്കും. So critical temperature is the temperature at which materials change from normal state to superconducting state. Conductivity of a material becomes infinite at critical temperature. Fermi energy level of a superconductor? Midway between. Yes, option B ആണ് midway between ground state and first excited state. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെർമി ലെവൽ എന്ന് പറയുന്നത് ഹയസ്റ്റ് എനർജി ലെവൽ ആണ്. ആൻഡ് ഇവിടെ സൂപ്പർ കണ്ടക്ടേഴ്സിൽ ഫെർമി ലെവൽ എന്ന് പറയുന്നത് മിഡ്വേ ആയിരിക്കും. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെയും ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെയും മിഡിലായിരിക്കും, മിഡ്വേയിലായിരിക്കും. അപ്പം എപ്പോഴും ഫെർമി ലെവൽ എന്ന് പറയുന്നത് വാലൻസ് ബാൻഡിന്റെയും കണ്ടക്ഷൻ ബാൻഡിന്റെയും ബിറ്റ്വീൻ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് ഫെർമി ലെവൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഏതായിരിക്കും? ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഈ പോയിന്റ്. മെയ്സ്നർ ഇഫക്റ്റ്
Diamagnetic. ഡയാമാഗ്നറ്റിക്. ഓപ്ഷൻ എ ആണ് ഡയാമാഗ്നറ്റിക്. കാരണം സൂപ്പർ കണ്ടക്ടേഴ്സ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് താഴെ കൂൾ ചെയ്യുമ്പോഴത്തേക്കും റെസിസ്റ്റിവിറ്റി 0 ആയിരിക്കും. സോ അപ്പോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡയമാഗ്നറ്റിക് പ്രോപ്പർട്ടി ആയിരിക്കും, അല്ലെങ്കിൽ ദേ എക്സിബിറ്റ് പെർഫെക്റ്റ് ഡയമാഗ്നറ്റിസം. ഡയമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് തന്നിട്ടുള്ളത്. ഡയമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ക്യാൻസൽ ആയിട്ട് പോകും. ക്യാൻസൽസ് എക്സാക്ട്ലി ദ അപ്ലൈഡ് മാഗ്നറ്റിക്. Which of the following are the properties of superconductors? All of them. Yes, all of the above. Diamagnetic ആണ്, zero resistivity ആണ്, infinite conductivity ആണ്. Minimum amount of current pass through the body of superconductor in order to destroy the superconductivity. എന്തായിരിക്കും? Critical current ആണ്. ക്രിട്ടിക്കൽ കറണ്ട് ആണ്. അപ്പൊ ക്രിട്ടിക്കൽ കറണ്ട് എന്താണെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞില്ല എന്ന് തോന്നുന്നു. സി ക്രിട്ടിക്കൽ കറണ്ട് എന്ന് പറഞ്ഞാല് ഒരു സൂപ്പർ കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു സൂപ്പർ കണ്ടക്ടർ വഴി നമ്മൾ ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന്റെ സൂപ്പർ കണ്ടക്ടിവിറ്റി ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ മിനിമം വാല്യൂ ഓഫ് കറണ്ടിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ കറണ്ട്. ഓക്കെ, അപ്പം ഒരു കണ്ടക്ടർ വഴി നമ്മളിപ്പം കറണ്ട് പാസ് ചെയ്യുന്നു എന്ന് വെച്ചോളൂ. ഇപ്പൊ നോർമലി ഒരു സൂപ്പർ കണ്ടക്ടർ വഴി കറണ്ട് പാസ് ചെയ്യുവാണെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ആവും. അപ്പം ഈ കറണ്ട് ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും കൂടുതൽ പോവുകയാണെങ്കിൽ കണ്ടക്ടർ എന്ത് ചെയ്യുന്നു? നോർമൽ സ്റ്റേറ്റിലോട്ട് തിരിച്ചു വരുന്നു. അപ്പോ ഏതൊരു മിനിമം കറണ്ട് വാല്യൂവിലാണ് ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നത് ആ കറണ്ടിന് പറയുന്ന പേരാണ് critical current. So minimum amount of current pass through the body to destroy the superconductivity. ആ കറണ്ടിന് പറയുന്ന പേരാണ് critical current. Next, magnetic lines of force cannot penetrate the body of a superconductor. ഈ phenomena Option C. C and Mesner. Mesner effect. മെസ്നർ ഇഫക്റ്റ് അറിയാലോ. ഇപ്പം കണ്ടക്ടർ വഴി സൂപ്പർ കണ്ടക്ടർ വഴി മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്യില്ല, അത് കണ്ടക്ടർ വഴി പെനിട്രേറ്റ് ചെയ്യില്ല, എക്സ്പെൽ ചെയ്ത് പുറത്തോട്ട് പോകും. സോ അതിനെയാണ് മെസ്നർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇത് ഞാൻ പറയാതെ വിട്ടൊരു പോയിന്റ് ആണ്. ഫിനോമിന ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ് ആരാണ് ആദ്യം ഡിസ്കവർ ചെയ്തത്? Ohms ആണോ? ഓൺസ് ആണ്. ഓൺസ് ആണ്. ഓരോരുത്തരും എന്തൊക്കെയാണ് മീൻസ് എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്തു എന്നുള്ളത് നോക്കാം. സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ഫിനോമിന അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടീവ് എന്ന് പറയുന്ന ഫിനോമിന ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത് കാമർലിൻ ഓൺസ് ആണ്. അപ്പം രണ്ടാമത്തെ ഓപ്ഷനിൽ പറയുന്ന ആരാ? നീൽസ് ബോർ ആണ്. ബോർ അറിയാം, അറ്റോമിക് സ്ട്രക്ചർ തന്നത് മീൻസ് അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് നീൽസ് ബോർ ആണ്. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ഉള്ളത് റിച്ചാർഡ് സ്മാലി. ഫലറൻസ് ഡിസ്കവർ ചെയ്തത് റിച്ചാർഡ് സ്റ്റാൻലി ആണ്. ഫലറൻസ് എന്ന് പറഞ്ഞാൽ കാർബണിന്റെ ഒരു എന്താ പറയാ, കാർബൺ ഉണ്ടല്ലോ, കാർബൺ കോമ്പൗണ്ടിന്റെ ഒരു പ്രോപ്പർട്ടി, അതാണ് ഈ പറയുന്ന പോലെ റിച്ചാർഡ് സ്മാലി ഡിസ്കവർ ചെയ്തത്. നെക്സ്റ്റ് ഓപ്ഷൻ ഉള്ളത് ഓട്ടോ ലെഹ്മാൻ ലിക്വിഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്ന ഒരു നെയിം കോയിൻ ചെയ്തത് ഓട്ടോ ലെഹ്മാൻ. അപ്പോ സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ഫിനോമിന ഡിസ്കവർ ചെയ്തത് ഓൺസ് ആണ്. ഏത് ഇയർ ആണെന്ന് അറിയാമോ? എനിക്ക് തോന്നുന്നു അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ ഡിസ്കവേർഡ് ഇൻ ദ ഇയർ. ഏത് ഇയർ ആയിരിക്കാം? ഒരു ഊഹം. 11 ആണ്. 1911 ആണ്. സൂപ്പർ കണ്ടക്ടേഴ്സ് ഡിസ്കവർ ചെയ്ത ഇയർ 1911 ആൻഡ് ഡിസ്കവർ ചെയ്ത വ്യക്തി ഓൺസ് ആണ്. 1911 സൂപ്പർ കണ്ടക്ടേഴ്സ് ഡിസ്കവർ ചെയ്തത്. സോ അപ്പൊ പുള്ളി ഒരു ഡച്ച് ഫിസിസിസ്റ്റ് ആയിരുന്നു. അപ്പം മെർക്കുറിയുടെ ആ ഒരു റെസിസ്റ്റിവിറ്റി മെഷർ ചെയ്യുന്ന സമയത്തായിരുന്നു സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ പുള്ളി ഡിസ്കവർ ചെയ്യും. ഇലക്ട്രോൺസ് ഹെഡ് ഇൻ ഡാഷ് ഡയറക്ഷൻ, സെയിം ഡിഫറെന്റ് ഓപ്പോസിറ്റ് ടു വൺ അനദർ, റാൻഡം.
ഏതായിരിക്കും? ഇലക്ട്രോൺസ് എപ്പോഴും ഒരേ ഡയറക്ഷനിലായിരിക്കും ഹെഡ് ചെയ്യുന്നത്. ഓക്കെ, സെയിം ഡയറക്ഷനിൽ പോകുന്നത് കൊണ്ട് കൊളിഷൻ ഒഴിവാക്കും. ഓക്കെ, സോ ഇലക്ട്രോൺസ് always head in the same direction. Next, normal metal passes into superconducting state at critical temperature. yes, critical temperature. Next, based on the magnetic response, superconductors in the types എത്രയാ? Two types of superconductors ആണ് ഉള്ളത്, type 1, type 2. Ideal superconductors exhibit ideal superconductors. Effect. Option A. മെസ്നർ എഫക്റ്റ് എന്താണെന്ന് അറിയാം. ഈ ഒരു ടോപ്പിക് ആക്ച്വലി ഇതിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നാലും ക്വസ്റ്റ്യൻ ഉണ്ട്. റിലേഷൻ ബിറ്റ്വീൻ ട്രാൻസിഷൻ ടെമ്പറേച്ചറും ഐസോടോപ്പിക് മാസ്. ആക്ച്വലി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയുന്നില്ല, ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ട്രാൻസിഷൻ ടെമ്പറേച്ചറും ഐസോടോപ്പിക് മാസ്. ട്രാൻസിഷൻ ടെമ്പറേച്ചർ മീൻസ് ആ ഒരു വേരിയേഷൻ വരുന്ന ആ ഒരു ടെമ്പറേച്ചർ. ഓക്കെ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, അതിനെയാണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പം ട്രാൻസിഷൻ ടെമ്പറേച്ചറും ഈ മെറ്റീരിയലിന്റെ മാസും തമ്മിലുള്ള റിലേഷൻ, ഇത് അല്ല ഞാൻ തിയറിയിൽ പറഞ്ഞിട്ടില്ല. എപ്പോഴും ഇതാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും ഐസോടോപ്പിക് മാസും തമ്മിലുള്ള ആ ഒരു റിലേഷൻ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഇസ് പ്രൊപ്പോർഷണൽ ടു 1/√m. ഇതൊന്ന് ഓർമ്മിച്ച് വെക്കണേ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എപ്പോഴും ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ അല്ലെങ്കിൽ ഇറ്റ് വേരീസ് വിത്ത് റെസ്പെക്ട് ടു ഐസോടോപ്പിക് മാസ്. അപ്പം വേരിയേഷൻ എന്ന് പറയുന്നത് 1/√m ആണ്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഇസ് പ്രൊപ്പോർഷണൽ ടു 1/√m. ഇതൊന്ന് ഓർമ്മിച്ച് വെക്കാം. ഈ വേരിയേഷൻ പറയുന്ന പേരാണ് ഐസോടോപ്പിക് ഇഫക്റ്റ്. അപ്പം ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ്, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു സ്ലൈഡ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ട്രാൻസിഷൻ ടെമ്പറേച്ചർ എത്ര? 4.2 ആണോ? 4.2. 4.2. Cooper pairs are broken at 0 Kelvin, critical temperature, below critical temperature, above critical temperature. ഏത് ടെമ്പറേച്ചറിലാണ് കൂപ്പർ പെയർസ് ബ്രേക്ക് ആവുന്നത്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലാണ് കൂപ്പർ പെയർസ് ബ്രേക്ക് ആവുന്നത്. ഓക്കെ, ഇപ്പം സൂപ്പർ കണ്ടക്ടേഴ്സ് ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിൽ ഒരു പോയിന്റും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണേ. സൂപ്പർ കണ്ടക്ടേഴ്സ് മാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്ന ഡയറക്ഷൻ അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ. സൂപ്പർ കണ്ടക്ടേഴ്സ് മാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്ന ഡയറക്ഷൻ അപ്ലൈഡ് ഫീൽഡിന് എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇത്രേ ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടതെല്ലാം റെപ്പറ്റീഷൻ ആയിരുന്നു. ഇതേ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ പല രീതിയിലും സെയിം ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റഡ് ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം സൂപ്പർ കണ്ടക്ടിവിറ്റി ആൻഡ് സൂപ്പർ കണ്ടക്ടേഴ്സിൽ സിലബസ് അനുസരിച്ച് ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30 നടക്കാനിരിക്കുകയാണ്. ഇനിയും പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്ക് സമൃദ്ധിയുടെ പ്രതീകമായ ഈ ചിങ്ങമാസത്തിൽ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലോ? അതിനായി ടെക് PSC ഒരുക്കുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ. ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് മുൻവർഷങ്ങളിലെ വിജയികളെ സമ്മാനിച്ചിട്ടുള്ള കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ. ഫുൾ സിലബസ് ബേസ്ഡ് ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും. ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ, ലൈവ് ഇന്ററാക്ഷൻസ്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം.
ഉദ്യോഗാർത്ഥികൾക്ക് മറ്റൊരു സന്തോഷ വാർത്തയും കൂടി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് പി എസ് സിയുടെ ഓഫർ പ്രൈസിലൂടെ ടെക് പി എസ് സി സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.